നമസ്കാരം. ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി എം നരവനെ കുടത്തിൽ നിന്നൊരു ഭൂതത്തെ തുറന്നു വിടാൻ ഒരുങ്ങിയതേ ഉള്ളൂ. അതായത് കുടം അടച്ചിരിക്കുകയാണ്. ആ ഭൂതം എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷാപരമായ ഒരു ഭീഷണിയാണ്. ചൈനയിൽ നിന്നും സുരക്ഷാപരമായി ഇന്ത്യ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഭീഷണി കൃത്യസമയത്ത് ഇന്ത്യൻ നേതൃത്വത്തെ, അത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിനെയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയും എന്നിങ്ങനെ ഈ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം തന്നെ നരവനെ അറിയിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2020 ഓഗസ്റ്റ് മാസം 31-ാം തീയതി ഇപ്പോൾ കൈലാഷ് റേഞ്ചേഴ്സ്, അത് ഈസ്റ്റേൺ ലഡാക്കിലാണ്. അപ്പോൾ നമ്മുടെ അരുണാചൽ പ്രദേശുമായിട്ടൊക്കെ അടുത്ത ഭാഗമാണ്. ആ ഈസ്റ്റേൺ ലഡാക്ക് മേഖലയിൽ വലിയ രീതിയിലുള്ള ചൈനീസ് നീക്കം കാണുന്നു. ഏതാനും ടാങ്കുകളുടെ മൂവ്മെൻറ്റ് അദ്ദേഹം സ്പോട്ട് ചെയ്തു. അതായത് ഈ നോർത്തേൺ മേഖലയുടെ ചുമതലയുള്ള സേനാ ജനറൽ ജോഷി, ലഫ്റ്റനൻറ്റ് ജനറൽ ജോഷി അറിയിക്കുകയാണ്, ജനറൽ നരവനെ അറിയിക്കുകയാണ്, ഇങ്ങനെ ഒരു നീക്കമുണ്ട്, താൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കൺട്രോളിലാണ് യഥാർത്ഥത്തിൽ ആർമി പ്രവർത്തിക്കേണ്ടത്. നയപരമായൊരു തീരുമാനമെടുക്കാം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മളൊരു തീരുമാനമെടുത്തു. സൈന്യത്തിന് വേണ്ട രീതിയിൽ പ്രതികരിക്കാനുള്ള നയപരമായ അനുവാദം കൊടുത്തു. ഇതൊരു അനുവാദവും പ്രത്യേകിച്ച് പറഞ്ഞില്ല. അങ്ങനെയെങ്കിൽ മിസ്റ്റർ നരവനെ ഹാഡ് ടു ടോക്ക് ടു ദ കൺസേൺഡ് പീപ്പിൾ. അത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗാണ്. രാത്രി 8:30 വിവരം വരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററുമായി ചർച്ചയായി, അല്ലെങ്കിൽ സംസാരിച്ചു. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഫ്രാൻറ്റിക്കായി മറ്റ് പ്രധാനപ്പെട്ട ഈ സുരക്ഷാ ചുമതലയുള്ള സിവിലിയൻ നേതൃത്വത്തോട് സംസാരിച്ചു. പ്രധാനമന്ത്രിയോട് സംസാരിച്ചിട്ടില്ല, മറ്റ് പ്രധാനപ്പെട്ട ആളോട് സംസാരിച്ചു. ഒരു ഊഹവും കിട്ടുന്നില്ല. പിന്നീട് 10:30 രാജ്നാഥ് സിംഗിൻ്റെ ഓഫീസിൽ നിന്നും വിളി വരുന്നു. എന്താണ്? ഇഷ്ടമുള്ളത് ചെയ്യാം, മിലിറ്ററിക്ക് വിട്ടിരിക്കുന്നു, താങ്കളുടെ റിസ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് വിരോധമില്ല. അതായത് രാഷ്ട്രീയ നേതൃത്വം ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്നർത്ഥം. ഇതാണ് തൻ്റെ ഒരു പുസ്തകത്തിലൂടെ അല്ലേ പറയാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം ഒരു വലിയ ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പുസ്തകമാണ്. അപ്പം ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുവാദം ഡിഫൻസ് മിനിസ്ട്രി കൊടുത്തില്ല. കാരണം സർവീസിലിരുന്ന ഒരാൾ ഒരു പുസ്തകം എഴുതുമ്പോൾ സാധാരണ നാട്ടുനടപ്പനുസരിച്ചും ഇന്ത്യയുടെ നിയമം അനുസരിച്ചും തന്നെ ഇത് വേണ്ട നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വർക്ക് ചെയ്ത മന്ത്രാലയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്ത മേഖലയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. അത് ലഭിച്ചില്ല. ഒരു ആത്മകഥയാണ്. ആത്മകഥയിൽ ഈ പരാമർശങ്ങൾ, പക്ഷേ അദ്ദേഹം ഈ പരാമർശങ്ങൾ ഒരു ജേർണലിലൂടെ പുറത്തുവിടാനുള്ള ശ്രമം നടത്തി. ആ ജേർണലാണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ആയുധമായത്. വല്ലഭന് പുല്ലും ആയുധം എന്നാണല്ലോ പ്രമാണം. ഈ കാര്യം പാർലമെൻറ്റിൽ പ്രസിഡൻറ്റിൻ്റെ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച നടക്കുന്ന വേളയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നു. രാഹുൽ ഗാന്ധിയെ സമ്മർദ്ദപ്പെടുന്ന രീതിയിൽ BJP MP തേജസ്വി സൂര്യ ഒരു പ്രഖ്യാപനം നടത്തി. സുരക്ഷാ കാര്യങ്ങളിൽ BJPക്കുള്ളത്ര ജാഗ്രതയും കുശാഗ്ര ബുദ്ധിയും കോൺഗ്രസ് ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല എന്ന ഒരു ആരോപണം പ്രതിപക്ഷ ബെഞ്ചുകളെ ചൊടിപ്പിച്ചിരുന്നു. അതിനുള്ള മറുപടി എന്ന നിലയിലും പ്രസിഡന്റിനുള്ള നന്ദി പ്രമേയ ചർച്ച, പ്രസിഡന്റ് പല കാര്യങ്ങളും, എൻ്റെ ഗവൺമെൻറ് സുരക്ഷാ കാര്യങ്ങളിൽ ഇത്രയധികം കർശനമായ തീരുമാനങ്ങൾ എടുത്തു എന്ന ക്ലെയിമിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അതാ വരുന്നു റൂളുകൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അവരെ സഹായിക്കാനായി അനേകം BJP മന്ത്രിമാരുൾപ്പെടെ BJP MPമാരും എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ്. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പറഞ്ഞില്ലെങ്കിൽ ഇതെവിടെയാണ് പറയുക? ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലല്ലേ ഇന്ത്യൻ പാർലമെൻറ്റ്? അവിടെ പറയാനുള്ള അനുവാദമില്ല എങ്കിൽ എവിടെയാണ് പറയുക? കാര്യമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിനുള്ളിൽ അവതരിപ്പിക്കാനുള്ള അനുവാദം പ്രത്യേക ചില തുടക്ക ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്. ഈ ന്യായം എന്താണ്? ഈ പാർലമെൻറ്റിൻ്റെ റൂൾ പുസ്തകത്തിലെ 349-ാമത്തെ വകുപ്പനുസരിച്ച് പുറത്തു നിന്നുള്ള ഒരു രേഖയും, അതായത് ഒരു പ്രസിദ്ധീകരണമോ പത്രമോ പുസ്തകമോ ഒന്നും റൂൾസുമായി ബന്ധപ്പെട്ടതല്ലാതെ പാർലമെൻ്ററി റൂൾസ് പുസ്തകം വേണമെങ്കിൽ ഉന്നയിക്കാം.
ഇന്ന റൂൾ ഒരു പുസ്തകം ഉയർത്തി പിടിച്ചുകൊണ്ട് പറയും ഇതാണ് റൂൾ ബുക്കാണ്, ഈ ബുക്കിനകത്ത് ഇന്ന വകുപ്പ് അനുസരിച്ച് ഇന്ന പ്രമേയം ഇവിടെ ചർച്ചയ്ക്കെടുക്കാനാവില്ല, അല്ലെങ്കിൽ ഇന്ന പരാമർശം ഇത് സഭ്യമായ കാര്യമല്ല. അത് കൃത്യമായ റൂൾ കോട്ട് ചെയ്തുകൊണ്ട് ഏത് അംഗത്തിനും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. സ്പീക്കർ അതിന് റൂളിംഗ് നൽകുകയും ചെയ്യും. പക്ഷേ ഇവിടെ വന്നതും 349 റൂൾ അനുസരിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അത് ഉടനടി സ്പീക്കർ അംഗീകരിക്കുകയും രാഹുൽ ഗാന്ധിയെ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിൽ നിന്നും വിലക്കുകയും ചെയ്തു. ഇനി ഇതിനെ ഒന്ന് അവലോകനം ചെയ്യുക കൂടെ ചെയ്യാം. എന്താണ് സംഭവിച്ചത്? ഭാരതീയ ജനതാ പാർട്ടി ഇത് പൊളിറ്റിക്കൽ സൈഡാണ്. ഇതൊരു രാഹുൽ ഗാന്ധി രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയം മല പോലെ വന്ന വിഷയം എലി പോലെ പോയി. അത് 2020 തന്നെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒതുങ്ങി. അത് വലിയൊരു ആക്രമണമൊന്നും അവിടെ നടന്നില്ല. ചൈനീസ് സൈന്യം കാര്യമായ ഒരു ആക്രമണത്തിന് പോകുന്നില്ല. ഇത് കോവിഡിൻ്റെ സമയമാണ്. വലിയ രീതിയിൽ മുഖമൊക്കെ മറച്ച് സൈനികരുൾപ്പെടെ മുഖമൊക്കെ മറച്ച് പോകുന്നൊരു സമയമാണ്. വലിയ കോവിഡിൻ്റെ നമ്മൾ ഓർക്കും 2019 കോവിഡ് എന്ന് പറയുമ്പോൾ കോവിഡ് 2019 എന്ന് പറയുമ്പോഴും അത് 2020 ആദ്യമാണ് കാര്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ഓഗസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ 2020 ഓഗസ്റ്റ് 31 എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ കോവിഡ് ലോകത്തെ മുഴുവൻ ഗ്രസിച്ച ഒരു സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം അവിടെ യഥാർത്ഥത്തിൽ രാജ്യ സുരക്ഷ ആണ് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും വലിയ USP. അവരുടെ ഏറ്റവും വലിയ ഇത് ദേശീയത പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വിശാല ഭാരതം, അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുകയും അതേസമയം നിലവിലുള്ള ഭാരതത്തെ ഞങ്ങൾക്ക് മാത്രമേ സംരക്ഷിക്കാൻ കഴിയൂ. അത് മാത്രമല്ല ചൈനയുടെയും പാകിസ്ഥാൻ്റെയും കടന്നുകയറ്റങ്ങൾ സമഗ്രമായി ചെറുക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് BJP വീണ്ടും ജയിച്ചു വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കണ്ടതാണ് പുൽവാമ അറ്റാക്കിനെ എത്രത്തോളം രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തിയാണ് BJP തുടർഭരണം 2019 ഭരണത്തിലെത്തിയത് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പം അത് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു പുതിയ നറേറ്റീവ് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. BJP ഈ പറയുന്നതല്ലാതെ വേണ്ട ജാഗ്രത ദേശീയ സുരക്ഷാ വിഷയത്തിലില്ല. ഏറെക്കാലമായി രാഹുൽ ഗാന്ധി പറയുന്നൊരു കാര്യമുണ്ട്. അതിന് സ്ഥിരീകരണം ഇല്ലാത്തൊരു കാര്യമാണ്. ഇന്ത്യയുടെ ഹെക്ടർ കണക്കിന് സ്ഥലം ചൈനയുടെ അധിനിവേശത്തിലാണ്. അത് ചൈന കൊണ്ടുപോയി ഇന്ത്യ ഒരു ചെറു വിരൽ അനക്കുന്നില്ല. ഇറ്റ് ഈസ് ഓൾ ദീസ് ആർഗ്യുമെൻറ്റ്സ് ദ ഫോൾ ഇൻ ഡെഫ് ഇയേഴ്സ്. ഇത് രാഹുൽ ഗാന്ധിയുടെ നിരന്തരമായ കഴിഞ്ഞ 8-10 വർഷമായി രാഹുൽ ഗാന്ധി നിരന്തരമായി ഉന്നയിക്കുകയും തെളിവില്ല അത് ഏത് പ്രദേശമാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാനാവാത്തത് കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് അതേക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയുമാണ്. ഇത് കുറച്ചുകൂടി നിർണായകമാണ്. പറയുന്നത് ഇന്ത്യയുടെ സൈനിക ജനറലാണ്, കരസേനയുടെ അധ്യക്ഷ പദവിയിലിരുന്ന ആളാണ്. അദ്ദേഹം ബിപിൻ റാവത്തിനോട് പറഞ്ഞു, അദ്ദേഹമാണല്ലോ എല്ലാ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ്, എല്ലാ സൈന്യത്തിൻ്റെയും കൂടെ സംയുക്ത തലപ്പത്തുള്ള സൈനിക മേധാവി എന്നതിൽ ജനറൽ ബിപിൻ റാവത്തിനോട് പറഞ്ഞു. അദ്ദേഹവും കൈമലർത്തി. അപ്പോൾ ഇവിടെ ടോപ്പ് ലെവലിൽ ഒരു ഇൻഡിസിസീവ്നെസ് ഉണ്ട് സുരക്ഷാ കാര്യങ്ങളിൽ എന്ന് രാഹുൽ ഗാന്ധി സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിന് കൃത്യമായ മറുപടി പറയുന്നതിന് പകരം തൊടുന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു പുസ്തകത്തിലെ പരാമർശം ഉന്നയിക്കാൻ പാടില്ല. രാഹുൽ ഗാന്ധി പറയുന്നു ഇത് ക്രെഡിബിളാണ്, ഇത് പ്രസിദ്ധീകരിച്ച് വന്നതാണ്, പുസ്തകത്തിലല്ല ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ച് വന്നതാണ്. ആ പ്രസിദ്ധീകരണം ചൂണ്ടിക്കാട്ടി തന്നെയാണ്. ഒരു പ്രസിദ്ധീകരണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വായിക്കാൻ നിയമതടസ്സം ഉണ്ടായേക്കാം പാർലമെൻറ്റിൽ. പക്ഷേ ആ ആശയം ഇനി ആ പുസ്തകം താഴെ വെച്ചതിന് ശേഷം, ആ പേപ്പറുകൾ താഴെ വെച്ചതിന് ശേഷം രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ വിഷയം പറയാമല്ലോ, ഇങ്ങനെ കേട്ടു എന്ന് പറയാമല്ലോ, അതിന് തടസ്സമില്ലല്ലോ. അപ്പോൾ അസഹിഷ്ണുതാപരമായി ഭരണപക്ഷം പെരുമാറുന്നു എങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് അത് ഭൂഷണമല്ല. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആ ഒരു ആരോപണം ഇതൊരു ആരോപണമായി നിൽക്കട്ടെ. ആ ആരോപണത്തിന് കൃത്യമായ മറുപടി പറയുമ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ആഭ്യന്തരമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും വിശ്വാസ്യത ഉണ്ടാകുന്നത്. അതുകൊണ്ട് മോദിയുടെ 55 ഇഞ്ച് നെഞ്ചളവിനെ കണക്കറ്റ് പരിഹസിക്കുന്ന രാഹുൽ ഗാന്ധിയെ കണ്ടു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ ഒരു പരിഹാസവാചകങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം കൊടുക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധി പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് കണക്കുകൾ സഹിതം സ്ഥാപിച്ചെടുക്കാൻ എന്തുകൊണ്ട് BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ കഴിയുന്നില്ല എന്ന ന്യായമായ ചോദ്യമാണ്. ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിൽ ഇപ്പോൾ പാർലമെൻറ്റ് നടപടികൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷവും പാർലമെൻറ്റ് വലിയ ശബ്ദായമാനമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഒരു ഇൻഡിസിസീവ്നെസ് ഉണ്ട്. ഇപ്പോൾ രാജ്യസുരക്ഷ, അപ്പം ദേശീയ സുരക്ഷ അവസാന വാക്കാണെന്ന് പറയുന്ന BJPക്കും NDAയ്ക്കും നരേന്ദ്രമോദിക്കും തീർത്തും ഭൂഷണമായ കാര്യമല്ല ഇക്കാര്യത്തിൽ ഭരണപക്ഷം തുടരുന്ന മൗനം. ഒരു സമഗ്ര പ്രസ്താവനയിലൂടെ
ഈ ആശയക്കുഴപ്പം മാറ്റുകയും ഇനി ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകാതിരിക്കുന്ന രീതിയിൽ അതിർത്തികൾ ഭദ്രമാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്യേണ്ട ചുമതല സർക്കാരിൻ്റേതാണ് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കട്ടെ.